ഹായ് സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഒരുപാട് സ്വപ്നം കാണുന്നവരാണ്. ഒരു പുതിയ വീട്, ഇഷ്ടപ്പെട്ട ജോലി, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ഭദ്രത. പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രം എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല? നിങ്ങൾ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവാം. ചിന്തിച്ചാൽ നടക്കും, വിശ്വസിച്ചാൽ മതി എന്നൊക്കെ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടാവാം. സത്യം പറഞ്ഞാൽ വെറുതെ കസേരയിലിരുന്ന് ചിന്തിച്ചാൽ ഒരു സ്വപ്നവും യാഥാർത്ഥ്യമാകില്ല. എങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? അതൊരു മാന്ത്രിക വിദ്യയാണോ? അല്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം തുറന്നു പറയാം. മാനിഫെസ്റ്റേഷൻ എന്നത് ഒരു മാനസിക പരിശീലനമാണ്. നിങ്ങളുടെ മനസ്സിനെ, ചിന്തകളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഫോഴ്സ് സൃഷ്ടിക്കുന്ന ഒരു കൃത്യമായ പ്രക്രിയ. നമ്മളിൽ പലരും ചെയ്യുന്നത് ഒരു കാര്യം ആഗ്രഹിക്കും, എന്നിട്ട് അടുത്ത നിമിഷം തന്നെ അതൊന്നും എനിക്ക് നടക്കില്ല എന്ന് പറഞ്ഞ് ആ ചിന്തയെ ഇല്ലാതാക്കും. നമ്മൾ അറിയാതെ നമ്മൾ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ വെറും പോസിറ്റീവ് ചിന്തകളെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഈ സംശയങ്ങളെയും ഭയങ്ങളെയും എങ്ങനെ മറികടക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ എങ്ങനെയാണ് പ്രപഞ്ചത്തിനു മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കേണ്ടത്, നിങ്ങളുടെ ലക്ഷ്യം നടന്നിട്ടും എന്തിനത് വീണ്ടും വിട്ടുകളയണം, നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടതിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്താണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന തികച്ചും പ്രായോഗികമായ 3 വഴികൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോവുകയാണ്. ഇത് വെറും തിയറിയല്ല, നിങ്ങൾക്ക് ഇന്ന് തന്നെ തുടങ്ങാൻ കഴിയുന്ന ഫലം കണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ മാറ്റം തുടങ്ങണം. വെറുതെ ആഗ്രഹിച്ചിരുന്നാൽ മാത്രം പോരാ. കൃത്യമായ 3 പടികൾ വഴി നമുക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻ യാത്ര ആരംഭിക്കാം. സ്റ്റെപ്പ് 1, ലക്ഷ്യം കൃത്യമായി രൂപപ്പെടുത്തുക. ദ ക്ലാരിറ്റി സ്റ്റെപ്പ്. നിങ്ങളൊരു വിത്ത് നടുന്നതിന് തുല്യമാണിത്. വിത്ത് ഏതാണെന്ന് കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ എന്തു ഫലം ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി കണ്ടെത്തുക. എനിക്ക് സന്തോഷം വേണം എന്നതിനു പകരം എന്റെ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു തൊഴിൽ എനിക്ക് ലഭിച്ചു എന്ന് പറയുക. ഇത് നിങ്ങളുടെ സങ്കല്പത്തിൽ ഒരു മാഗ്നറ്റിക് ക്ലിയർ പിക്ചർ ഉണ്ടാക്കും. ഇതിനായി ഒരു പേനയും പേപ്പറും എടുക്കുക. നിങ്ങളുടെ ആഗ്രഹം ഏറ്റവും പോസിറ്റീവായ വാക്കുകളിൽ എഴുതുക. അത് നടന്നുവെന്ന് ഉറപ്പുള്ളതുപോലെ വർത്തമാനകാലത്തിൽ എഴുതണം. എനിക്കൊരു വീടുണ്ടാകും എന്നല്ല, ഞാൻ എന്റെ മനോഹരമായ പുതിയ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്നെഴുതുക. നിങ്ങളത് എഴുതുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നൽകുന്ന ഒരു ശക്തമായ നിർദ്ദേശമാണ്. നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കുക, ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്ന്. സ്റ്റെപ്പ് 2, വൈകാരികമായ പങ്കാളിത്തം. ദ ഇമോഷണൽ അലൈൻമെന്റ് സ്റ്റെപ്പ്. മാനിഫെസ്റ്റേഷന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വികാരങ്ങളാണ്. നമ്മുടെ ചിന്തകൾക്ക് തീ കൊടുക്കുന്നത് വികാരങ്ങളാണ്. നിങ്ങളൊരു ലക്ഷ്യം മനസ്സിൽ കാണുമ്പോൾ ആ ലക്ഷ്യം നേടിയെടുത്തതിന് ശേഷമുള്ള അനുഭൂതി എന്തായിരിക്കും എന്ന് ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ ശ്രമിക്കുക. സന്തോഷം, സമാധാനം, അഭിമാനം, സുരക്ഷിതത്വം, ഈ വികാരങ്ങൾ മനസ്സിൽ നിറയ്ക്കുക. നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ കയ്യിൽ വന്നുവെന്ന് സങ്കൽപ്പിക്കുക. ആ പണം നിങ്ങൾ ആർക്കെങ്കിലും സഹായം ചെയ്യാനോ യാത്ര ചെയ്യാനോ ഉപയോഗിക്കുന്നു. ആ നിമിഷത്തിലെ സന്തോഷം എത്രത്തോളമാണ്! ഈ ഉയർന്ന വൈബ്രേഷനാണ് പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ അയക്കുന്ന സിഗ്നൽ. ഈ സിഗ്നൽ തിരിച്ചറിഞ്ഞാണ് പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹങ്ങളെ ആകർഷിക്കുന്നത്. ഇവിടെ ഒരു രഹസ്യം കൂടി പറയാം. നിങ്ങളുടെ ലക്ഷ്യം നടക്കാതെ വരുമ്പോഴുണ്ടാകുന്ന ഭയങ്ങളെയും എനിക്കിത് കിട്ടില്ല എന്ന ചിന്തകളെയും നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. ഈ നെഗറ്റീവ് വികാരങ്ങൾ നമ്മുടെ ഊർജ്ജത്തെ താഴ്ത്തിക്കളയും. ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അതിനെ തള്ളിക്കളഞ്ഞ് പകരം ഒരു പോസിറ്റീവ് അഫർമേഷൻ മനസ്സിൽ പറയുക. എല്ലാം എനിക്ക് അനുകൂലമായി നടക്കുന്നു എന്ന് ആവർത്തിച്ചു പറയുക. സ്റ്റെപ്പ് 3, വിട്ടുകൊടുക്കുക, വിശ്വാസമർപ്പിക്കുക, പ്രവർത്തിക്കുക. ദ ട്രസ്റ്റ് ആൻഡ് ആക്ഷൻ സ്റ്റെപ്പ്. ഇതാണ് പല തുടക്കക്കാർക്കും തെറ്റുപറ്റുന്ന ഇടം. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അടുത്ത ജോലി അതെങ്ങനെ നടക്കുമെന്നതിനെക്കുറിച്ച് വിശദമായി ചിന്തിക്കാതിരിക്കുക എന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഇനി ആ ആഗ്രഹത്തെ വിശ്വസിച്ച് അതിനെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. ഒരു വിത്ത് നട്ടതിനു ശേഷം അത് വളർന്നു വരാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുകയും വെളിച്ചം കൊടുക്കുകയും ചെയ്യുന്നതുപോലെ നിങ്ങളുടെ സ്വപ്നത്തിനായി പ്രവർത്തിക്കുക. നിങ്ങളൊരു പുതിയ ജോലി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ വീട്ടിലിരുന്ന് സങ്കൽപ്പിച്ചാൽ പോരാ. റെസ്യൂമെ അയയ്ക്കുക, ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുക. മാനിഫെസ്റ്റേഷൻ എന്നത് ഒരു മടിയനുള്ള വിദ്യയല്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള പ്രചോദനം നൽകുക എന്നതാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങളുടെ സ്വപ്നം നടക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ശ്രദ്ധിക്കുക. അവസരങ്ങൾ കാണുമ്പോൾ സംശയിച്ച് നിൽക്കാതെ ധൈര്യമായി മുന്നോട്ടു പോവുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കാൻ പൂർണ്ണമായി യോഗ്യനാണ് എന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ ഈ യാത്രയിൽ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കും. പക്ഷേ നിങ്ങൾ ആദ്യം ഒരു ചുവട് വെക്കണം. വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. നിങ്ങളുടെ സ്വപ്നം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ യാത്രയുടെ അനുഭവങ്ങൾ കമന്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. നന്ദി.